దేశాన్ని రక్షించాలంటే కాంగ్రెస్ అధికారంలోకి రావాలని పిలుపునిచ్చారు ప్రియాంక గాంధీ. 5 ఏళ్ల పాలనలో బీజేపీ ప్రభుత్వం దేశాన్ని విభజించి పాలించిందని ఆరోపించారు. వాయనాడ్లో ఎన్నికల ప్రచార సభలో పాల్గొన్న ప్రియాంక బీజేపీకి బుద్ధి చెప్పాల్సిన సమయం వచ్చిందన్నారు. ఎన్నికల్లో ప్రజలు తమ ఓటు ద్వారా సరైన నిర్ణయం తీసుకుంటారన్న నమ్మకం తనకుందన్నారు. ഗാന്ധി എന്ന വ്യക്തി ഈ രാജ്യത്തിന് നൽകുന്നത് ഒരു വലിയ സന്ദേശമാണ്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി തന്നെ ഒരു വലിയ സന്ദേശമാണ്. Last year, when he was flying to Karnataka for a campaign, the plane he was flying in fell several thousands of feet all of a sudden. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വിമാനം ധാരാളം അടി താഴേക്ക് വീഴുകയുണ്ടായി. വിമാനത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയുണ്ടായി. When I heard about this incident, I immediately called up his secretary because I couldn't get through to him, and I said, "How is he? Is he okay?" ഈ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഫോണിൽ നേരിട്ട് കിട്ടാൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു, രാഹുൽ ഗാന്ധി അദ്ദേഹം എങ്ങനെയുണ്ട്, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണ്? His secretary said to me, "Didi, we were all praying and terrified, but he was standing near the cockpit with the pilots, helping them to handle the crisis." സെക്രട്ടറി എന്നോട് പറഞ്ഞു, ദീദി, ഞങ്ങളൊക്കെ വളരെയധികം പേടിച്ചുപോയി, ഞങ്ങളൊക്കെ വളരെ വിഷമിച്ചുപോയി. പക്ഷേ രാഹുൽ ഗാന്ധി ധൈര്യത്തോടുകൂടി കോക്പിറ്റിന്റെ അടുത്ത് നിന്ന് പൈലറ്റിന്റെ കൂടെ നിന്ന് ആ പൈലറ്റിനെ ആ സാഹചര്യം നേരിടാൻ, ആ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം നേരിടാൻ അദ്ദേഹത്തെ സഹായിക്കുകയായിരുന്നു. He was completely calm. അദ്ദേഹം ഏറെ ശാന്തനായിരുന്നു. അത്ര പ്രതികൂലമായ ഒരു സാഹചര്യത്തിലും അദ്ദേഹം ഏറെ ശാന്തനായിരുന്നു. He is a man I can depend upon to stand by me through thick and thin, to show me always unflinchingly right from wrong. അദ്ദേഹം ഒരു വ്യക്തിയാണ് എൻ്റെ എല്ലാ അവസ്ഥകളിലും, എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ അവസ്ഥയിലും എനിക്ക് ഒരുമിച്ച് കൂടെ നിൽക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ്. എല്ലായ്പ്പോഴും എനിക്ക് ശരിയും തെറ്റും കാണിച്ചു തരുന്ന, എല്ലായ്പ്പോഴും എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന, കൈപിടിച്ച് നിൽക്കാൻ കഴിയുന്ന വ്യക്തിയാണ് എൻ്റെ സഹോദരൻ. In whose hands I know you are safe. I know he is fully committed to your welfare, and I know that if there is ever a crisis, he will stand by you shoulder to shoulder and fight for you. അങ്ങനെ എല്ലാ കാലത്തും എല്ലാ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ആ മനുഷ്യൻ, എൻ്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ കൈകളിൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് എനിക്ക് ഉറക്കെ പറയാൻ സാധിക്കും. അദ്ദേഹം നിങ്ങളുടെ ക്ഷേമത്തിനും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടി പൂർണ്ണമായി കടപ്പെട്ടിരിക്കുന്ന പ്രതിബദ്ധതയുള്ള ആളാണെന്ന് എനിക്ക് നന്നായി പറയാൻ സാധിക്കും. So my sisters and brothers of Wayanad, I entrust you with my brother Rahul, and I believe and know that you will put your faith in him and he will be true to you. എൻ്റെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എൻ്റെ സഹോദരനായ രാഹുലിനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുമെന്ന്, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ നിൽക്കുമെന്നും, അദ്ദേഹം നിങ്ങളെ എല്ലാ കാലവും നോക്കുമെന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. Thank you for having come all the way to hear me speak. I know it's very hot, and I hope I haven't caused you too much disturbance by making you wait. Thank you. നിങ്ങളെല്ലാവരും ഈ ചൂടുള്ള സമയത്ത് ഇവിടെ